ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദന കരച്ചിൽ വിട്ടിട്ട് കമലാമ്മ ശ്രീജയെ ഓടിച്ചെല്ലാണ്. എന്നിട്ട് എന്താ മോളെ എന്താന്ന് ചോദിക്കുകയാണ്. അമ്മേ എന്നെ ഇതേ വിക്രം മനഃപൂർവ്വം കാല് തല്ലി ഓടിക്കാൻ നോക്കുകയാണ്. എന്നെ കൊണ്ടുവന്ന് ഈ കട്ടിലേക്ക് ഇടുകയാണ് ചെയ്തത് അമ്മേ. എൻ്റെ കാല് കട്ടിൻ്റെ പിടിയിൽ തട്ടി. വേദന എടുത്തിട്ട് പാടില്ല അമ്മ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്താ വിക്രം നീ ചെയ്യുന്നത്? വേദ ഒരു പാവം പെൺകുട്ടി ആയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീജയം പറഞ്ഞതിനൊക്കെ കണ്ണിച്ചോരല്ലേ വിക്രം? വേദ ഒരു പാവം പെൺകുട്ടിയായിരുന്നു വിക്രം വേദയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് രണ്ടുപേരും കൂടിയിട്ട് വിക്രത്തിനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം അയ്യോ അമ്മ ഞാൻ എന്ന് പറഞ്ഞു. അത് പിന്നെ നീ ഒന്നും പറയണ്ട, നിനക്ക് ഇത്തിരി സാമർത്ഥ്യം കൂടുതലാണ്, നിനക്ക് നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവാണ്, കൊടുക്കുക അമ്മ അടി എന്ന് പറയുകയാണ് വേദ. അങ്ങനെ ശ്രീജയും കമലാമ്മയും കൂടിയിട്ട് നല്ല അടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിക്രമിൻ്റെ മനസ്സിൽ അത് ഒരു ചിന്ത വന്നതാണ് കേട്ടോ. വിക്രം ഓർത്തതാണ്. അങ്ങനെ എങ്ങാനും കൊണ്ടുവന്നിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും എനിക്ക് അനുഭവം എന്നുള്ളത് ഓർക്കുകയാണ്. എന്നിട്ട് വേദ ചോദിക്കുക എന്താ എന്നെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് തൂക്കി നിൽക്കാനാണോ പരിപാടി, കെടുത്തുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആ കെടുത്താം എന്ന് പറഞ്ഞിട്ട് പതുക്കനെ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് വേദന കൊണ്ട് കെടുത്താണ്. എന്നിട്ട് പറയുന്നുണ്ട് അതെ ഇനിയിപ്പോൾ വല്ല അച്ഛൻ്റെ കൊട്ടൻ ചുക്കാതി തൈലെങ്ങാനിട്ട് ഒഴിഞ്ഞു തരാനൊന്നും പ്ലാനില്ലല്ലോ, നീ കൂടുതൽ അഡ്വാൻറ്റേജ് ഒന്നും എടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് ദർശനെ കാണാനായിട്ട് രാധ വരികയാണ്. രാധ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ആ മുഴുവൻ പണം അടച്ച് ആ വണ്ടി എനിക്ക് എടുത്ത് തന്നത് സാറെന്ന് ചോദിക്കുകയാണ്. ഞാനല്ലല്ലോ മുഴുവൻ പണം അടച്ച് വണ്ടി എടുത്ത് തന്നതെന്നെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ അത് പിന്നെ ആരാണ്? അതെന്തായാലും രാധ ഇപ്പം അറിയണ്ട. രാധ ഒരു കാര്യം ചെയ്യും, വണ്ടിയൊക്കെ ഓടിച്ച് ആ പൈസ ഉണ്ടാക്കിയിട്ട് തിരികെ തായോ എന്ന് പറയുകയാണ്. എന്നാലും ആ പണം അടച്ചത് ആരാണെന്ന് എനിക്ക് അറിയണ്ടേ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ അറിയാം, എന്തായാലും അയാൾക്ക് താല്പര്യമില്ല ഇപ്പോൾ രാധനോട് അത് പറയാനായിട്ട്. രാധ പണം തിരികെ കൊണ്ടുപോയോ ആ സമയത്ത് ഞാൻ ആരാണെന്ന് പറയാം, അത് പറഞ്ഞപ്പോൾ ഒരേം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരി എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് രാധ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നന്ദിനിയാണ്. നന്ദിനി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്നാലും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അച്ഛനെ കണ്ടിട്ട് പോലും അവൻ അവളെ താഴെ ഇറക്കില്ല, അവൻ അവളെ തൂക്കിയിട്ട് നിൽക്കാനും അവളെ കഴുത്തി തൂങ്ങി നിൽക്കാനും എന്തൊക്കെയാണ് കണ്ടത്. ദൈവമേ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ദേഷ്യം അപ്പോൾ അഭിനയിക്കുന്നത് അടവായിരിക്കുമല്ലേ, ഇതെങ്ങാനും രാധ അറിഞ്ഞാൽ എന്നിങ്ങനെ ആലോചിക്കാൻ കേട്ടോ. പിന്നെ രാധ അറിഞ്ഞാലും എന്താ കുഴപ്പം, രാധനെ തന്നെ വിളിച്ച് പറയാം. എന്നിട്ട് രാധനോട് ചോദിക്കും നീ എവിടെയാ? ഞാനൊരു വണ്ടിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി പോയിട്ട് വരാം. നീ ഇങ്ങനെ സംസാരിച്ച് നടന്നോ, നീ ഇങ്ങനെ ഓടാനുള്ള യോഗം മാത്രമേ എനിക്കുള്ളൂ, എനിക്ക് നല്ലൊരു ഓട്ടം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്താ വല്ല സ്കൂളിൻ്റെ ട്രിപ്പ് അങ്ങനെ എനിക്ക് പിടിച്ച് തരുന്നുണ്ടോ നന്ദിനി അടുത്ത്? നിനക്കല്ലെങ്കിൽ ഇങ്ങനെ പണം ഓട്ടം എന്നുള്ള ചിന്ത മാത്രം മതി. നീ വിക്രത്തിനെ കുറിച്ച് വല്ലതും അറിഞ്ഞോ? നിന്നോട് അന്ന് വീട്ടിൽ വന്ന് ഞാൻ വാണിംഗ് ചെയ്തതല്ലേ, എന്നിട്ട് നിനക്ക് വല്ല വിലയുണ്ടോ? എനിക്കൊരു യോഗമുണ്ട്, അതെ വിക്രത്തിൻ്റെയും വേദനയും കുഞ്ഞിനെ തോളെടുത്ത് പിടിച്ചിട്ട് നീ എനിക്ക് ജനിക്കാതെ പോയ മകളാണു നീ എന്ന് പറയാനുള്ള യോഗം. എന്നതിന് ശേഷം എന്താണ് അതിനടുത്ത് പറയണതെന്ന് ചോദിക്കുമ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ്. അവളെ തൂക്കിയെടുത്തിട്ടേ ഞങ്ങളുടെ മുന്നിലാണ് അവൻ നിന്നെന്ന് പറയാൻ കേട്ടോ. നന്ദിനടുത്തി എന്ന് പറയട്ടോ. നിനക്ക് വിഷമമായി കേട്ടപ്പോൾ? അത് വിഷമിക്കാനൊന്നുമില്ല, നടന്ന സംഭവം തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്കിതിനൊക്കെ യോഗമുള്ളൂ, നീ എന്തായാലും ഇങ്ങനെ ഓടി നടന്നോ, അവളുടെ കാര്യത്തിലൊന്നും ശ്രദ്ധ വേണ്ട എന്നൊക്കെ പറയാണ് കേട്ടോ. നന്ദിനിയെടുത്തി എന്ന് പറയാനായിട്ട് രാധ. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, നീ നോക്കിക്കോ, വേദയ്ക്കും വിക്രത്തിനും ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്യും, ആ കുഞ്ഞിൻ്റെ ഡയപ്പർ നിന്നെ കൊണ്ട് മാറ്റിക്കുകയും ചെയ്യും അവർ, ഞാനാണ് പറയുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രാധയ്ക്ക് അങ്ങനെ വേഗം ദേഷ്യം വന്നിട്ട് ഫോൺ കട്ട് ചെയ്യണം. ഹലോ ഫോൺ കട്ട് ചെയ്തോ, എന്തായാലും സാരില്ല, കാലത്ത് തന്നെ ഒരാളുടെ മനസ്സൊന്ന് കുത്തിയിളക്കിയപ്പോൾ നല്ല സുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് നന്ദിനി അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് രാധ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ഓട്ടോ വിളിച്ചിട്ട് വർക്ക്ഷോപ്പിലേക്ക് എത്താണ് കേട്ടോ. തൻ്റെ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ജോസഫ് അനിയൻകുട്ടനും സജീവനൊക്കെ വന്ന് ചോദിക്കുകയാണ് നീ എവിടെയായിരുന്നു എന്നല്ലേ ചോദിക്കും. നീ വീടും പൂട്ടിയിട്ട് പോയിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയട്ടെ. അപ്പോൾ വിക്രം ഇങ്ങനെ ജോസഫിനെ നോക്കിയിട്ട് മനസ്സിലിങ്ങനെ ആലോചിക്കും, ദുഷ്ടൻ വിളിച്ചിട്ട് വിളി കേൾക്കാണ്ട് ഓടിപ്പോയതല്ലേ അവൻ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഈ ഫോൺ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ ആരും കണ്ടില്ലേ? അതിന് നിൻ്റെ ഫോൺ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ, റിങ് ചെയ്തിട്ട് കൊടുത്തില്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കേൾക്കണ്ടേടാ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ സജീവൻ പറഞ്ഞിട്ട് അതെ പുളിക്ക നിന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ശ്രീൻ സാറ് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് തന്നെ ശ്രീൻ സാറിനെ ചെന്ന് കാണാനും പറഞ്ഞു. ശരി ഞാനിപ്പോൾ വരാം എന്ന് പറയട്ടോ. അങ്ങനെ പോകുമ്പോൾ ജോസഫ് ചോദിക്കുന്നത് എന്തൊരു പ്രശ്നമുണ്ടല്ലോ, ഇവരെന്ത് പറ്റി? എന്തായാലും ഇന്നലെ ചെന്നപ്പെട്ട സ്ഥലം ഇത്തിരി മോശമാണെന്നാണ് തോന്നുന്നത് എന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് രാധയുടെ മുന്നിൽ ചെന്ന് പെടുകയാണ് കേട്ടോ വിക്രം. അപ്പോൾ വിക്രം ദേഷ്യത്തോട് കൂടിയിട്ട് രാധയുടെ അടുത്ത് കഴിഞ്ഞിട്ട് നീ എന്താ ഇവിടെ? ഞാൻ ഓട്ടോ ഓടാണ് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നീ എന്തിനാ എന്നെ തടഞ്ഞു നിർത്തിയെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയും.
നിങ്ങളെ തടഞ്ഞു നിർത്തിയതേ വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ എന്ന് പറയണ്ട. എന്താ കാര്യം? അതല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ആൾക്കാരെ മറക്കാനും പെട്ടെന്ന് ആൾക്കാരെ സ്നേഹിക്കാനൊക്കെ കഴിയുന്ന മനസ്സുണ്ടല്ലോ എന്നൊക്കെ പറയും. നീ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് പറയാനേ. അപ്പോൾ രാധ പറയാണ്, അതല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു നന്ദിയില്ല. നീ എന്നെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടെന്നൊക്കെ പറയട്ടോ. ആഹാ, ഞാൻ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണല്ലേ? എന്തായാലും നിങ്ങൾ ചോര വാർന്ന് റോട്ടിൽ കിടന്നപ്പോൾ നിങ്ങളെടുത്തുകൊണ്ട് പോയത് കൊണ്ടുപോയി ചികിത്സിച്ചതും നിങ്ങൾക്ക് വേണ്ടി ജാമ്യം എടുക്കാൻ ആളില്ലാണ്ടായപ്പോൾ പൈസ ചിലവാക്കി ജാമ്യം എടുത്തതൊക്കെ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ ആ ഉദ്ദേശത്തിലല്ല രാധയെ പറഞ്ഞത്, നിങ്ങൾ ഏത് ഉദ്ദേശത്തിലാണെങ്കിലും പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇന്നലെ അടച്ചിട്ട റൂമിൽ അവളായിട്ട് കഴിയുന്ന സമയത്ത് ഞാനിവിടെ കിടന്ന് നെട്ടോട്ട് ഓടായിരുന്നു. എൻ്റെ ഓട്ടോ ഫൈനാൻസുകാർ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വിക്രത്തിന് എന്തോ വിഷമാവും കേട്ടോ. എന്നിട്ട് എന്താ, നിങ്ങൾക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് അവളായിട്ട് ആടിപ്പാടി നടക്കുന്നത്, അവളെടുത്ത് പൊക്കി നടക്കുന്നതൊക്കെ അല്ലേ നല്ല ഇഷ്ടം എന്ന് പറയട്ടോ. അതെ, നീയേ അധികം സംസാരിക്കേണ്ട. അവൾ എൻ്റെ ഭാര്യയാണ്. അവളായിട്ട് അടച്ചിട്ട റൂമിലിരിക്കുകയോ തുറസായ സ്ഥലത്തിരിക്കുകയോ അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. നീ എന്തിനാവാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ നീയുമായിട്ട് എനിക്കൊരു ബന്ധമില്ലയെന്ന്. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ചെറുപ്പകാലത്തുണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. അതിനപ്പുറം എനിക്ക് നിന്നോട് ഒരു അടുപ്പമില്ല. അത് എത്ര തവണ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിനക്കതൊന്നും മനസ്സിലാവില്ലല്ലോ. ഇനിയിപ്പോൾ എനിക്ക് ഇതിൽ കൂടുതലൊന്നും നിന്നോട് പറയാനില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രാധ ഇങ്ങനെ വിഷമത്തോടു കൂടിയിട്ട്, ശരിയാ, ഞാനിതൊക്കെ പറഞ്ഞ് എന്നെ വേണം തല്ലാനായിട്ട്. എനിക്കിപ്പോൾ നിൻ്റെ കാശ് തിരിച്ചോടെ ഞാൻ തരാം എന്ന് പറയാം. ആ കാശും കൂടെ എൻ്റെ മുന്നിലെങ്ങാൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ മുഖത്ത് ഞാൻ വലിച്ചെറിഞ്ഞു പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വേദ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അമ്മ വരികയാണ് കേട്ടോ. അപ്പോൾ മോളെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ വേദ പതുക്കനെ എഴുന്നേറ്റു. കാല് നല്ല വേദന ഉണ്ട് അമ്മേ, നല്ല വേദനയുണ്ട് എന്ന് പറയട്ടോ. ശരിക്കും കാല് ഇനി വീണതാണ് മോളെ ചോദിക്കാൻ കേട്ടോ. അത് പിന്നെ വിക്രത്തിന് ചൂട് കയറ്റിയപ്പോൾ വിക്രമിനെ ഓടിച്ചാണ്. അടിക്കാനോ? അയ്യോ അങ്ങനെയല്ല അമ്മേ, തമാശയ്ക്ക് അടിക്കാനും ഓടിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ കാല് തെന്നി വീണതാണ്. അപ്പോൾ കമലാമ്മ മോളെ രാവിലെ അവനെടുത്ത് നിൽക്കണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയെന്ന് എന്ന് പറയും. ഇന്നലെ രണ്ടുപേരും അടച്ചിട്ടൊരു റൂമിലായപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നാവും വിചാരിച്ചത്. അതിന് സാധാരണ ഒരു ദാമ്പത്യമല്ലല്ലോ അമ്മേ ഞങ്ങളുടെ ദാമ്പത്യം. എന്നാലും ഞങ്ങളുടെ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും മോളെ നിങ്ങൾ തമ്മിൽ അടുപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും. അത് സാരില്ല അമ്മേ, മോളോട് ഇരിക്കും, ഞാൻ തൈലെടുത്തിട്ട് വരാം, മോൾക്ക് കാലുമേലൊന്ന് ഒഴിഞ്ഞു തരാം, ചൂടുവെള്ളം പിടിക്കാം എന്നൊക്കെ പറയുകയാണേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വർഷ ശ്രീകാന്തിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, സ്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? അച്ഛൻ മരിച്ചു പോയിന്നോ? അതിന് നിൻ്റെ അച്ഛൻ്റെ കുഴപ്പമൊന്നുമില്ലല്ലോ. എൻ്റെ അച്ഛൻ്റെ കാര്യമില്ല, നിങ്ങളുടെ അച്ഛൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്താ പക്ഷേ നീ പറയുന്നത്? നീ ആരെക്കുറിച്ച് ആരോടാണ് ഈ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് ഈ കാര്യം നിങ്ങളുടെ അമ്മനോട് ചെന്ന് പറയാൻ പറ്റുമോ? ഞാൻ വെളുപ്പാൻ കാലത്താണ് ഈ സ്വപ്നം കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ അച്ഛനോട് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അച്ഛൻ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങളുടെ അച്ഛന് 2 അറ്റാക്ക് വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ നന്നായി സൂക്ഷിക്കണം. അച്ഛൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷേ, ഞാൻ ഡോക്ടറോട് നന്നായി സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ശ്രദ്ധക്കുറവോടൊന്നും അച്ഛനൊന്നും പറ്റില്ല. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടൊന്നല്ല, എങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആര് കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ആ വിക്രവും വേദയും കാരണം. പക്ഷേ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ആ സ്വത്തിൻ്റെ മുതലിൻ്റെ അവകാശം പറഞ്ഞു വരുന്നത് ആ വിക്രമായിരിക്കും എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ കമ്പനിയും കാര്യങ്ങളും ഒക്കെ അച്ഛനോട് നിങ്ങളുടെ പേരിലേക്ക് എഴുതി തരാൻ പറഞ്ഞുകൂടെയും ചോദിക്കാം കേട്ടോ. അതൊന്നും അച്ഛൻ്റെ പേരിലല്ല, അമ്മയുടെ പേരിലാണ് അതൊക്കെ ഉള്ളത്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അത് ഇപ്പോഴല്ലേ അച്ഛൻ ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അച്ഛൻ്റെ പേരിലേക്കാവും, അച്ഛനാവും അത് നോക്കി നടത്താം. നിങ്ങൾ 3 മക്കൾക്ക് ഒരേപോലെ അവകാശം എഴുതി വയ്ക്കും അച്ഛൻ. പക്ഷെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയട്ടോ. പക്ഷേ ഇപ്പം ഞാനല്ലേ ഇതൊക്കെ നോക്കി നടത്തുന്നതുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ടത് നിങ്ങളുടെ പേരിലാക്കി തരാൻ പറയണം. അതിന് അച്ഛൻ സമ്മതിക്കുമോ? അച്ഛനെ കൊണ്ട് നിങ്ങൾ സമ്മതിപ്പിക്കണം. ഇനി അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ മനസ്സിൽ വേറെ എന്തോ ഉദ്ദേശം ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ എന്ന് വർഷ പറയുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.